ആദ്യമേ തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈല ഷാജി. ഞാൻ സുൽത്താൻ ബത്തേരി വയനാട് സ്വദേശിനിയാണ്. പൂമല ഹോളി ക്രോസ് ചർച്ച് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ 2022 സെപ്റ്റംബർ 10 ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, എനിക്ക് 5 വർഷത്തിന് മുമ്പ് യൂട്രസിൽ 3 മുഴയുണ്ടായിരുന്നു. ഈ മുഴ ഞാൻ അസംഷൻ ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. ഒരു വയറി വേദനയോ സംബന്ധിച്ച് ഞാൻ അവിടെ പോയി കാണിച്ചു. അപ്പോൾ 3 മുഴയുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പം എടുക്കണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഈ കഴിഞ്ഞ മാസത്തിൽ ഞാൻ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ യൂട്രസിൽ മുഴ കൂടാണ്ട് ഒരു തടിപ്പ് എൻ്റെ വയറിൽ കാണപ്പെട്ടു. അത് എവിടെ നിന്നാണെന്ന് അവർക്ക് ആ സ്കാനിങ് റിപ്പോർട്ടിൽ സാധിച്ചില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങളെ മേപ്പാടി വിംസിലോട്ട് വിട്ടു. MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് മേപ്പാടി വിംസിലോട്ട് സ്കാൻ ചെയ്യാനായിട്ട് പോയി. അവിടെ നാസർ എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, MRI ചെയ്ത് നോക്കാം, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്ത് നോക്കി. അതിലും ഈ തടിപ്പ് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഒരു ഗ്യാസ്ട്രോ സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കോഴിക്കോട് വിംസ് ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ ഗ്യാസ്ട്രോ സർജനെ കാണിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ തടിപ്പ് എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ആ ഡോക്ടറിന് സാധിച്ചില്ല. അങ്ങനെ ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ച് മേപ്പാടി വിംസിൽ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് തിരിച്ച് വീണ്ടും വന്നു. അപ്പോൾ ഡോക്ടർ കുറച്ച് നേരം റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. ഇത് എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റൂല. എനിക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓങ്കോളജിയുടെ സഹായം കൂടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ഒരു 3 ലക്ഷം രൂപ ചിലവാകും. അതുമാത്രമല്ല, ഇനി അത് ചെയ്യണമെങ്കിൽ നെഞ്ച് തൊട്ട് താഴെ വരെ ഒരു ഓപ്പൺ ബെല്ല് സർജറി ആയിരിക്കും. അതുകൂടാതെ ക്യാൻസർ നിങ്ങളുടെ കുടലിലൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടലിൻ്റെ പാട നീക്കം ചെയ്യണമെന്നും പിന്നെ നമ്മുടെ കാലിൻ്റെ തുടയിൽ നിന്ന് ഒരു ഞരമ്പ് കട്ട് ചെയ്ത് വെക്കണമെന്നും ഡോക്ടർ പറയുണ്ടായി. അപ്പോൾ എൻ്റെ ചേട്ടായിക്കും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ ചേട്ടായിക്ക് ഒരു കാലിന് സുഖമില്ലാത്ത ചേട്ടായിയാണ്. അപ്പം ഞാൻ ഇല്ലാണ്ട് ചേട്ടായിക്ക് ഒന്നിനും പറ്റിയല്ല. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒരു കോഴിക്കോടേക്ക് ഞാൻ ഒരു ഗ്യാസ്ട്രോ സർജനെ ഒന്നുകൂടി എഴുതാം, നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗ്യാസ്ട്രോ സർജനെ കാണിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും കോഴിക്കോടേക്ക് തിരിച്ചു വന്നു. അന്നേരമാണ് എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോൻ്റെ ചേച്ചി ഭർത്താവാണ് എനിക്കിങ്ങനെ കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞു, നിനക്കൊന്ന് സർജറിക്ക് മുമ്പ് നിനക്കൊന്ന് കൃപാസനത്തിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു, ഇത്ര അടുത്തില്ലേ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അപ്പോൾ ഇപ്പം ഇത്ര അടുത്തില്ലേ, ഇനി ഞാൻ എന്തിനാ ഇപ്പം പോകണോ എന്ന് ചോദിച്ചു. അപ്പം നിനക്കൊന്ന് പോയിട്ട് വന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഞാൻ കൃപാസനത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 10 അങ്ങനെയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഉടമ്പടി എടുത്തിട്ട് പോയി ആ മാസം തന്നെ എനിക്ക് ഇവിടെ വന്ന് അച്ഛനെ കാണാനും പറ്റി. അച്ഛൻ ഇവിടെ എൻ്റെ തലയ്ക്ക് കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞില്ല. പക്ഷേ എനിക്ക് സങ്കടം വന്നു അങ്ങനെ പറയാതിരുന്നപ്പോൾ. പക്ഷേ എൻ്റെ തൊട്ടടുത്തിരുന്ന കുട്ടി ഒരു അക്രൈസ്തവ കുട്ടിയായിരുന്നു. ആ കുട്ടീനോട് പറഞ്ഞു, നീ ജനുവരിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സാക്ഷി എനിക്കും കൂടിയാണ്. ഞാനും ആ ജനുവരിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും അമ്മ പ്രതിഷ്ഠപ്പെട്ട സ്ഥലത്ത് എനിക്കും ഈ ജനുവരിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കണം അമ്മയെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. ഞാൻ ഡോക്ടറിനെ കാണാൻ ചെന്നു. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് ഡോക്ടർ എഴുതിയത് ഓങ്കോളജി വിഭാഗത്തിലേക്കാണ് എന്നെ എഴുതിയത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അങ്ങനെ ഓപ്പറേഷൻ 7-ാം തീയതി എൻ്റെ നിശ്ചയിച്ചു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു, ചേട്ടായിനോട് പറഞ്ഞു, ഇത് ഒരു ഓവറിയിലാണ് തടിപ്പ്, ഓവറിയിൽ മാത്രമേ ഉള്ളൂ, വേറെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ടില്ല, കുടലിലോട്ടൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓവറിയിൽ മാത്രമാണ് നിങ്ങൾക്ക് അതുള്ളത്, നമുക്ക് നോക്കിയിട്ട് ഹീമോ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായിനോട് പറഞ്ഞപ്പോൾ ചേട്ടായിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ കാശ് രൂപം ഞാൻ കഴുത്തലിട്ടേക്കായിരുന്നു. അത് ഞാൻ ചേട്ടായിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറിപ്പോയത്. ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ, വിശ്വാസ പ്രമാണത്തിൽ 5 പ്രാവശ്യം വിശ്വസിക്കുന്നു ഉള്ളതിന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 5 പ്രാവശ്യം വിശ്വസിക്കുന്നു അമ്മേ. അങ്ങനെ പറഞ്ഞ് ഞാൻ കയറി.
എനിക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് എൻ്റെ പറഞ്ഞ പോലെ ഒന്നും ഇവിടം തൊട്ടൊന്നും കീറേണ്ട വന്നില്ല. സാധാരണ ചെറുതായിട്ടായിരുന്നു. ആ ഓവറിയിൽ നിന്നിട്ട് യൂട്രസ് ഓവറി എടുത്തു എൻ്റെ, അതിൽ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ ഇത് ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വന്നത്. അന്ന് വരെ എനിക്കൊരു ഉളവോളം കണ്ണടയ്ക്കാനോ എനിക്കൊന്ന് ഉറങ്ങാനോ സാധിക്കുന്നില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാവരെയും കാണുമ്പോഴൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഓങ്കോളജി എന്താണെന്ന്. എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ല, അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് ചെന്നിരിക്കുമ്പോഴാണ് എല്ലാവരും തല മൊട്ടയടിച്ചു, എല്ലായിടത്തും ട്യൂബൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദാതാവേ എന്നെ ഇങ്ങോട്ടാണല്ലോ അയച്ചേക്കണേന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എന്തായാലും റിസൾട്ട് വന്നു. ആ റിസൾട്ടിന് ഒന്നുമില്ലാണ്ട് പരിശുദ്ധ അമ്മ എന്നെ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് ഇവിടം വരെ എത്തിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതും പോരാ, ഞാൻ ഓരോ ദിവസം എല്ലാവരോടും കൃപാസനത്തിലെ കാര്യം പറയും. ഇന്ന് വന്നപ്പോൾ എനിക്ക് 7 പേരെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. യേശുവേ നന്ദി. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാട് 14-ാം അധ്യായം 14-ാം തിരുവചനം. ഷൈല ഷാജി എന്ന ഈ മകൾ ഇവിടെ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് അനുഭവ സാക്ഷ്യം പറഞ്ഞത്. അതായത് 3 മുഴയുണ്ടായിരുന്നു. അതുകൂടാതെയാണ് അതിനുവേണ്ടി 6 മാസം കൂടുമ്പോൾ സ്കാനിങ് നടത്തണം, ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് 5 വർഷം മുമ്പ് ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. അങ്ങനെ സ്കാനിങ്ങിന് പോകുമ്പോഴാണ് വീണ്ടും ഒരു തടിപ്പ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന്, ഇതെങ്ങനെയാണ് ഈ തടിപ്പ് ഉണ്ടായത്, ഇതൊന്നും സ്കാനിങ്ങിലൂടെയോ അങ്ങനെയൊന്നും ഡോക്ടേഴ്സിന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി എടുക്കുന്നത് വഴി, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വഴി ശരിക്കുള്ള ഒരു ഡയഗ്നോസിസ് നടക്കുകയാണ്. അങ്ങനെ യൂട്രസിലാണ് ആ തടിപ്പ്, യൂട്രസിൻ്റെ പുറത്തായിട്ട് ആണോ, ഓവറിയിലായിട്ടാണ് ആ തടിപ്പ് കാണുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് അതിനുള്ള ഓപ്പറേഷൻ, അപ്പോൾ അതിനു മുമ്പ് ഡോക്ടേഴ്സ് പറഞ്ഞത് വളരെ മേജറായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അത് വളരെ നോർമലായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓപ്പറേഷനായിട്ട് മാറുന്നു. പിന്നീട് കീമോയൊക്കെ എടുക്കേണ്ടി വന്നോ? ഇല്ല. അപ്പോൾ കീമോയൊക്കെ പറഞ്ഞിരുന്നതാണ് ക്യാൻസർ ആണോ എന്നുള്ള ഒരു, പൂർണ്ണമായും ക്യാൻസർ ആണ് എന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് ആദ്യമേ സംസാരിച്ചിരുന്നത്. അവർ കീമോയൊക്കെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ പിന്നീട് നോർമലായിട്ടുള്ള ഒരു സർജറിയാണ് നടക്കുക, അത് ഹീലാകുന്നു. അങ്ങനെ ഇന്ന് ഈ മകൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥന കിട്ടി. ജനുവരിയിൽ തന്നെ അച്ഛൻ പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന ഒരു ദൃഢനിശ്ചയത്തോടെയാണ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഈ മകൾ ഇവിടെ നിന്നിറങ്ങുക. ഈ മകളുടെ ഹസ്ബൻഡിനും നല്ല സുഖമില്ലാത്ത ആളാണ്. എന്തിനും ഈ മകൾ കൂടെ വേണം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഒന്നുകൂടി ഈ മകൾക്ക് എല്ലാം ഒരു കോംപ്ലിക്കേഷനായിട്ടാണ് തോന്നിയത്. തനിക്കൊരു ഓപ്പറേഷൻ, മേജർ സർജറി, അതിനുശേഷം കീമോ, ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ആകെ തകർന്നാണ് ഇവിടെ വരുന്നത്. എന്നാൽ വാഗ്ദാന നാട്ടിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ച് അവരുടെ മുൻപിലുണ്ടായിരുന്ന ഓരോ തടസ്സങ്ങളെല്ലാം അവർക്കൊന്നുമല്ലാതാക്കി തീർത്തത് അവരോടൊപ്പം അവർ കൊണ്ടുപോയിരുന്ന സാക്ഷ്യപേടകമായിരുന്നു. അതായത് സാക്ഷ്യപേടകം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ തേടുന്നത്. അങ്ങനെ അവരുടെ മുൻപിൽ വരുന്ന ഓരോ തടസ്സങ്ങളും അമ്മയുടെ സാന്നിധ്യത്തിലൂടെ, അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ അതെല്ലാം നീങ്ങിപ്പോവുകയാണ്. മേജർ എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പിന്നീട് വളരെ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിരുന്നത് അത് അമ്മ അങ്ങനെയൊന്നും പോകാതെ അമ്മയുടെ മാധ്യസ്ഥം വഴി അത് വളരെ നോർമലാക്കി തീർക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ഈശോയെ നന്ദി.